ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു നാൻ ഉണ്ടാക്കാൻ പോവാണേ, ബട്ടർ ഗാർലിക് നാൻ. അതിന് വേണ്ടിയിട്ട് 2 കപ്പ്, ഈ കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം 3 കപ്പ്. എത്ര വേണോ നമുക്ക് അത്രയും ഗോതമ്പ് പൊടി തന്നെ ആക്കാം, അല്ലെങ്കിൽ അത്രയും മൈദ തന്നെ ആക്കാം. ഇതുപോലെ രണ്ടും കൂടെ മിക്സ് ചെയ്തും ആക്കാം. അപ്പോൾ 1 കപ്പ് ഞാൻ മൈദ എടുത്തു, 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത്. ഇനി ഇതിനകത്ത് ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്ത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇനി ഇതിൽ ചെറിയ സ്പൂണിന് 1 ടീസ്പൂൺ ഇല്ല, പഞ്ചസാര ഇട്ട് കൊടുത്തേ. ഇനി ഇതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്ത്, ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. റിഫൈൻഡ് ഓയിലാണേ. അതിനു മുമ്പേ നമുക്ക് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഇളം ചൂടുള്ളതല്ലേ. ഇതിനകത്തൊരു വലിയ 3 കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതേ. ഇതിനകത്ത് കുറച്ച് മല്ലിയില, കുറച്ച്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് കുഴയ്ക്കാം. ഇതുപോലെ കുഴിയുള്ള പാത്രത്തിലിട്ട് വേണം കുഴച്ചെടുക്കാം, അല്ലെ പുറത്ത് പോകുമല്ല. ഇതിപ്പോൾ 3 കപ്പ് മാവിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞേ. ഇനി ഇതിനകത്ത് നമ്മൾ ഈ ചൂടാക്കാൻ വെച്ച വെള്ളമില്ലേ, ചെറിയ ഇളം ചൂട് കേട്ടോ, കുറേശ്ശെ വെള്ളം എടുത്ത് വെച്ച് ഒഴിച്ചു കൊടുക്കാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാനാണേ. ഇതിൻ്റെ കൂടെ ഒരു ഗ്രീൻ പീസ് കറിയുണ്ടേ. ഇത് മാവ് കുഴച്ച് വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. കിഴങ്ങ് കറി ഉണ്ടാക്കാം. അങ്ങനെ ഇതിന് കറി പോലും വേണ്ടെന്നില്ല.
നല്ല കുഴയ്ക്കണം. ആ കിഴങ്ങൊക്കെ പൊടിയാതെ ഉണ്ടെങ്കിൽ കിടപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ അങ്ങ് പൊടിഞ്ഞോളൂ. അങ്ങനെ മാവെല്ലാം കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് ഒരു ശകല എണ്ണ തൂവി നമുക്ക് വെക്കാം. ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി കറിയുടെ നോക്കാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്ത് ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ മാവ് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കേ. എന്നാൽ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ്, ഒരു 250 ഗ്രാം വരെ അത് ഈ കഴുകി എടുത്ത്, ഇത് ഫ്രോസൺ ആട്ടോ, ഫ്രോസൺ ഗ്രീൻ പീസ്. അതെടുത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം. വെള്ളമയം അത് നനവും കുഴപ്പമില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കരുതേ. ഇത് ഞാൻ കഴുകി വെച്ചേക്കാണ്, ശകലം വെള്ളം അടിയിൽ കാണും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ കാണിക്കേ. ഓക്കെ, നമ്മളെ ഗ്രീൻ പീസ് ഒന്ന് രണ്ടല്ല 3 പ്രാവശ്യം ക്രിക്ക് 3 ചതഞ്ഞു പോകരുത്, അല്ല അരഞ്ഞു പോകരുത്. കണ്ടോ, ചതച്ചേ എടുക്കാവുള്ളേ. സ്റ്റവ് കത്തിക്കാം. പാത്രം ചൂടാവട്ടെ. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. ഇതിനകത്ത് ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടട്ടെ. ഇതിനകത്ത് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുറയ്ക്കാം. ഇതിനകത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു 4 കഷ്ണം വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി അത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ടേസ്റ്റ്. ഇനി ഇതിനകത്ത് ചെറിയൊരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി തരുന്നേ, അത് ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിനകത്തൊരു 2 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞതേ. ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ പിരിയമുളക് പൊടി, ടീസ്പൂണിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി.
ഇതൊന്ന് അതിൻ്റെയൊക്കെ ഒരു മണം ഒന്ന് മാറട്ടെ. ഈ മല്ലി ഞാൻ വറുക്കാതെ പൊടിച്ച മല്ലിയാണ്, അതിനൊരു പച്ച ചുവയുണ്ട്. ഇനി ഇതിനകത്ത് ഒരു ചെറിയ തക്കാളി കുനുകുനാന്നരിഞ്ഞതേ, ഇനി ഇതിലോട്ട് നമ്മളിപ്പം ചതച്ചുകൊണ്ട് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ഇല്ലേ, അതിട്ട് കൊടുക്കാം. നമ്മൾ ഈ ചതയ്ക്കാൻ നേരത്ത് ഒന്ന് നന്നായി കഴിഞ്ഞാൽ അടുത്തൊന്ന് സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കിയിട്ട് പിന്നെയും ഇത് അതുപോലെ 2 പ്രാവശ്യം അങ്ങനെ ആവർത്തിക്കണേ, അല്ലെങ്കിൽ അരഞ്ഞു പോകും. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറി കിട്ടട്ടെ. നമ്മുടെ ആ ഗ്രീൻ പീസിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടേ. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതിയേ. ഇനി ഇതിനകത്ത് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ചൂടുവെള്ളം. ഫ്രോസൺ ഗ്രീൻ പീസാണ്, വലിയ വേവുമില്ല, ഒന്നുമില്ല. അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ, തിളച്ച് വേവട്ടെ. നമ്മുടെ ഗ്രീൻ പീസ് നോക്കേ, ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ, ഈ സ്പൂണിനെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം, 1/2 ടീസ്പൂൺ ഇല്ല, കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ മണം കസൂരി മേത്തി ഇട്ട് കഴിയുമ്പോഴത്തേക്ക്. ഇനി ഇതിനകത്ത് ഒരു കിഴങ്ങ് പുഴുങ്ങിയതേ, പുഴുങ്ങി പൊടിച്ച് വെച്ചേക്കുന്നത് ചെറിയൊരു കിഴങ്ങ്, അതിനകത്തിട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടാക്കി വെച്ചേക്കുന്ന വെള്ളമാണ്. കുറച്ച് ഒഴിച്ചു കൊടുക്കാം വെള്ളം. ശരി, ഇതൊന്നും കൂടെ ഒന്ന് തിളയ്ക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഇനി തീ ഒന്ന് കൂട്ടി കൊടുക്കേ. 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ഗ്രീൻ പീസ് കറി നോക്കേ. മതി, ഞാൻ കുറേ വെള്ളമാക്കുന്നില്ലേ. ഞാനത് എൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. നല്ല സൂപ്പർ കറിയേ. ഇനി ഇതിനകത്ത് ഇച്ചിരി ഉപ്പുള്ളൂ, ഇച്ചിരി ഉപ്പ് കുറവാണ്.
ഇതിലോട്ട് കുറച്ച് മല്ലിയിലേ, പിന്നെ ഒരു 2 പച്ചമുളക് കുഞ്ഞായിട്ടിരിക്കുക, ചെറിയ പച്ചമുളക്. എന്നിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതങ്ങ് അണയ്ക്കാം. ഇതിങ്ങനെ കിടക്കട്ടെ. നമുക്ക് നാനുണ്ടാക്കാം. നമുക്ക് ചപ്പാത്തി മാവെടുക്കാം. ചപ്പാത്തി മാവ് നാനിൻ്റെ മാവ്. ഓക്കെ, നല്ല സോഫ്റ്റായിട്ട് കണ്ടോ. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് ഇത് ചപ്പാത്തിയുടെ വേണ്ട കുറച്ച് മാവ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ടങ്ങ് പരത്തരുതേ, ലോലമായിട്ട് പരത്തരുത്, ചെറിയൊരു തിക്നെസ് വേണം. എല്ലായിടും ഒരേപോലെ കനമായിരിക്കണേ. ഓക്കെ, മതിയേ. നീളത്തിൽ ഇരുന്നോട്ടെ. ഞാനിത് ഇങ്ങനെ ഇരിക്കട്ടെ, അടുപ്പ് കത്തിച്ചില്ല. ഇങ്ങനെ പരത്തി വെക്കുന്നവർക്ക് പരത്തി വെക്കാം. ഞാൻ പരത്തിയൊന്നും വെക്കുന്നില്ല. പാത്രം ഒന്ന് ചൂടാവട്ടെ. തവ ഇങ്ങനെ ഉരുട്ടി ഇതുപോലെ ഇവിടെ ഇതിന് വെച്ചിരുന്നാൽ മതി, എളുപ്പമാണ്. തവ ചൂടായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചാലും നാനിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. ഇതിനകത്തോട്ടിടുക. ചൂടാട്ടെ. തീ ഒന്ന് കുറയ്ക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തീ ഒന്ന് കുറയ്ക്കാം. നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട്. ഉണ്ടോ, പൊള്ളിച്ച് വരുന്നുണ്ടോ? ഓക്കെ, തീ കുറയ്ക്കണം. തോനൊക്കെ കരിഞ്ഞു. തീ കുറച്ചിട്ട് കൊടുക്കാം. കുറച്ചിട്ടാണ് കൊടുത്തേക്കുന്നേ, തോനെ തേയിലിട്ട് കൊടുക്കരുത്.
ഇനി നമുക്കിത് എടുക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ അടുത്തത് റെഡിയാക്കാം. ഈസി അല്ലേ? ഇത് തീ കുറച്ചേക്കട്ടെ. ഞാൻ അടുത്ത ഇട്ട് കൊടുക്കാം. അതുപോലെ ഇപ്പം ഇതിൻ്റെ പുറത്തൊന്നും സ്പൂൺ ഇട്ട് ഒന്നും വേണ്ട. നമ്മളിവിടെ കളർ വ്യത്യാസം വരും, ഒരു വാട്ടർ കളർ വരും. തീ കുറച്ച് തന്നെ അമ്മേ. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ വേണ്ട. നമ്മൾ നോക്കേ, ഞാൻ തിരിച്ചിട്ട് കൊടുക്കാം. ചപ്പാത്തി നമ്മുടെ നാനിൻ്റെ തനിയെ പൊള്ളിച്ചു വരേ. ഓക്കെ, നമ്മുടെ ഞാൻ നല്ല പൊള്ളിച്ചു വരുന്നേ. അപ്പോൾ ഇതും എടുക്കാം. ഞാൻ അതുപോലെ അടുത്തതും ഇട്ട് കൊടുക്കാം. ഞാൻ അടുത്തത് പരത്താം. എന്നാലും ഇതുപോലെ എല്ലാം ചെയ്യാം. ഇതെല്ലാം ഞാൻ പരത്തി എടുക്കട്ടെ. എപ്പോഴും തീ എപ്പോഴും തീ കുറഞ്ഞു കിടക്കണേ, തീയിലിടണ്ട. അടുത്തതൂടെ ഇട്ട് കൊടുക്കാം. ഇതിനെ പരത്തിയൊന്നും വെക്കണ്ടേ, നമുക്ക് അപ്പോഴെപ്പോഴും തന്നെ ഇങ്ങനെ ഇതുപോലെ മാവ് എടുത്തിട്ട് റെഡിയാക്കിയാൽ മതി. എപ്പോഴും തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പിറം അങ്ങ് മങ്ങും, നല്ലതുപോലെ അങ്ങ് മങ്ങി ഒരുമാതിരി വെന്ത ഒരു ഇത് വരും. അപ്പോഴേ തിരിച്ചിട്ട് കൊടുക്കാവുള്ളേ. നല്ല ടേസ്റ്റായത് കഴിക്കാൻ. ഞാനിപ്പോൾ നാനിൻ്റെ ഷേപ്പിനൊന്നും അല്ല ഉണ്ടാക്കുന്നത്, റൗണ്ടായിട്ട് തന്നെ എടുക്കുന്നത്.
ഇത് നോക്കിയതാ, കണ്ടോ ഇതിൻ്റെ കളർ മാറിയുണ്ടോ? ആ പച്ച കളർ മാറി, ആ മാവിൻ്റെ ആ ഇത് മാറിയിട്ട് ഒരു വെന്ത ഒരു ഇത് വന്നേ. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഞാൻ പരത്തിക്കൊണ്ടിരിക്കേ. കുറേ ഉണ്ടാക്കാം ഞാൻ. എല്ലാം നല്ല പൊള്ളി വന്നതേ. ഇങ്ങോട്ട് മാറ്റാം. ലാസ്റ്റത്തെ ഇടാം. ലാസ്റ്റത്തെയും കൂടെ എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനകത്ത് ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഗാർലിക് റെഡിയാക്കണ്ടേ. ഗാർലിക് ബട്ടർ വേണ്ടിയിട്ട് ഈ സ്റ്റവ് കത്തിക്കേ. ചെറിയൊരു കുട്ടിപ്പാത്രം വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ, നല്ല സോഫ്റ്റ് കണ്ടോ? ഓക്കെ ഓക്കെ, നല്ല സോഫ്റ്റാണ്, നല്ല ഇതാ നോക്കിയേ, ഉണ്ടോ? ഉണ്ടോ? രണ്ട് ഇതളായിട്ട് എടുക്കാം. അങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്ത് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കേ. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. നമ്മുടെ ബട്ടർ എല്ലാം മെൽറ്റായി. അതിനകത്തോട്ട് ഒരു 8-10 കഷ്ണം, 2 പൂണ്ട് വലിയ വെളുത്തുള്ളിയെ ഗ്രേറ്റ് ചെയ്ത് വെച്ചത് അതിട്ട് കൊടുത്ത്, ആ വെളുത്തുള്ളിയുടെ ആ ഗാഢപണമൊന്ന് മാറട്ടെ. അങ്ങ് മൊരിയൊന്നും ചെയ്യരുതേ, ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. വെളുത്തുള്ളി ഒന്ന് വാടി വരണേ. പച്ചിച്ച മണം ഒന്ന് മാറിയാൽ മതി. ആ മണം, പച്ച മണമൊക്കെ ഒന്ന് മാറി. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കേ. ഇനി ഗ്യാസ് ഓഫാക്കാം. ഓ, എന്ത് മണമാ വരുന്നേ! ഇങ്ങോട്ട് ചൂടില്ല, ഇങ്ങോട്ട് വെക്കേ. ഇത് ഈ നാനില്ലേ, കണ്ടില്ലേ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ, കുറേ ഉണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാത്തിനും കൂടെ തേക്കുന്നില്ല. ഓക്കെ, ഇതിനകത്തോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഓ, എന്ത് മണം, നല്ലൊരു മണം. പ്രത്യേകിച്ചും ബട്ടറും വെളുത്തുള്ളി ഭയങ്കര ഒരു മണമാണ്. ഇനി നമുക്ക് കറിയുണ്ടേ, ഗ്രീൻ പീസ് കറി. സത്യം പറയാം, ഇതിന് കറിയൊന്നും വേണ്ട, ഇതുപോലെ കഴിക്കാം. ഇത്ര ടേസ്റ്റായത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായത്. പിള്ളേർക്കൊക്കെ എന്ത് ഇഷ്ടപ്പെടും.
അങ്ങനെ എല്ലാത്തിലും ഇത് പുരട്ടിയേ, ഗാർലിക്കും ബട്ടറും മല്ലിയിലയും കൂടെ. ഇത് പിള്ളേർക്കൊക്കെ സ്കൂളിലും ഓഫീസിലൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ലൊരു ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്ത് നമുക്ക് നമ്മുടെ കറി കണ്ടില്ലല്ലേ, കറി എടുക്കാം. നമ്മൾ നോക്കിയില്ലല്ലേ നാടെ നമ്മുടെ കറി. ഇനി ഇത് കറി എടുക്കേ. സത്യം പറയാം, പാർട്ടിയൊക്കെ നടത്തുകയാണെങ്കിലൊക്കെ ഇല്ലേ, ആരെങ്കിലും വീട്ടിൽ വിരുന്ന് വരുവാണെങ്കിലൊക്കെ നല്ലൊരു ഫുഡായത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കാര്യം. അപ്പം ഞാൻ കറി ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് വിടണേ. നമ്മുടെ കറി ഇതിലോട്ട് പകർന്നു വെക്കേ. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ഗ്രീൻ പീസ് കറിയും നല്ല ബട്ടർ ഗാർലിക് നാനും. ഓക്കെ, എന്ത് ടേസ്റ്റായത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും പറ്റും. ഇപ്പം ഞാൻ രാത്രിയുടെ ഡിന്നറാണ്. അടിപൊളി ടേസ്റ്റാണ്, ധൈര്യമായിട്ട്. നോക്കി ഈ സോഫ്റ്റും ഒക്കെ ഇത് എന്താ സോഫ്റ്റ് സാധനം, ഒരു ഇതും ഇല്ലാതെ ഇതാ ഇങ്ങനെ ഇളക്കി എടുക്കാം. ഇത് 2 ലെയറായിട്ട് എടുക്കാം അകത്തുണ്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട സാധനമാണ്. രാവിലത്തേക്കും പറ്റും, രാത്രിത്തേക്കും പറ്റും. ചപ്പാത്തിയേക്കാളും ഭയങ്കര ടേസ്റ്റായത്. ഗോതമ്പൊടി മാത്രമായിട്ടും എടുക്കാം, മൈദ മാത്രമായിട്ടും എടുക്കാം, രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എടുത്ത കണക്ക്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.